ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ ലിറ്റററി തിയറീസ് ഇൻ യുവർ പ്രൊജക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അതൊരു ഡൗട്ടായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് തിയറി അറിയാം, പ്രൊജക്റ്റിന് ടോപ്പിക്കും കിട്ടിയിട്ടുണ്ട്, പക്ഷെ എങ്ങനെയാണ് തിയറിയും ആ ഒരു നോവൽ ഓർ ഫിലിം നമ്മളത് ബ്ലെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവരും അറിയേണ്ടതും, അതായത് ടെൻഷനുമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പ്രോപ്പർ ചെയ്യേണ്ടത് എന്നറിയുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് തൊട്ട് എൻ്റെ വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയയും കിട്ടും, നന്നായിട്ട് ബെറ്റർ ആയിട്ട് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് വെൽക്കം ടു അവർ ചാനൽ ലേൺ ഇംഗ്ലീഷ് വിത്ത് സ്വാതി. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് തിയറിയാണ് വേണ്ടത്. നമുക്ക് കുറേ തിയറീസ് ഉണ്ട്. ജെൻഡർ സ്റ്റഡീസ് ഉണ്ട്, ഫെമിനിസം ഉണ്ട്, പോസ്റ്റ് കൊളോണിയലിസം ഉണ്ട്, സൈക്കോ അനാലിസിസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് തിയറീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് തിയറിയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് തിയറി ചൂസ് ചെയ്യണം. അതെങ്ങനെയാണ് ചൂസ് ചെയ്യാം? ഒരു വുമണിൻ്റെ സ്ട്രഗിളിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫെമിനിസം, ജെൻഡർ സ്റ്റഡീസ് അപ്ലൈ ചെയ്യാം. ഒരു കൊളോണിയലിസം അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള വർക്ക്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് കൊളോണിയലിസം അപ്ലൈ ചെയ്യാം. ഒരു ക്യാരക്ടറിൻ്റെ മൈൻഡ്, ഡ്രീംസ്, ഫിയേഴ്സ് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സൈക്കോ അനാലിസിസ് തിയറി വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രൊജക്റ്റിന് തിയറീസ് അപ്ലൈ ചെയ്യുന്നത്. ഒരു നോവൽ എടുത്തു കഴിഞ്ഞാൽ ഏത് തിയറിയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കുന്നത് ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ആ ഒരു ടെക്സ്റ്റിലോട്ട് ഈ ഒരു തിയറി അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. തിയറി അപ്ലൈ ചെയ്യുമ്പോൾ റാൻഡം ഡെഫിനേഷൻ പറഞ്ഞാൽ മതി. ജസ്റ്റ് എന്താണ്, നമുക്ക് ഇന്നതാണ് എന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. അതായത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കറക്റ്റ് നോവലിൽ നിന്ന് പ്രൂഫ് എടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു തിയറി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് എന്താണ് സാധനം, ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഫുൾ ഇക്വാലിറ്റിയാണ്. ഇക്വാലിറ്റി ഓഫ് ജെൻഡറിൻ്റെ എല്ലാ ജെൻഡറും തമ്മിലുള്ള ഒരു ഇക്വാലിറ്റി ഓഫ് റൈറ്റ്സിനെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു നോവലിൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ സ്ട്രഗിൾ വഴിയും അവൾ അനുഭവിക്കുന്ന സാക്രിഫൈസിങ്ങും അവൾ അനുഭവിക്കുന്ന ഓരോ സിറ്റുവേഷൻസും മെൻഷൻ ചെയ്തിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ തിയറിയും ഈ ഒരു ടെക്സ്റ്റും തമ്മിൽ ബ്ലെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ എവ്ലീന എന്ന് പറയുന്ന ഫ്രാൻസിസ് ബെർണയുടെ വർക്കിൽ നമുക്ക് ഫെമിനിസം അപ്ലൈ ചെയ്യാൻ പറ്റും. വുമണിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഹെന്ന ആർട്ടിസ്റ്റ് നമുക്ക് പോസ്റ്റ് കൊളോണിയലിസം അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഒരു ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു വർക്കാണ്. അതിൽ നമുക്ക് എന്താണ് ഒരു അതായത് അവളുടെ ഒരു ജേണി, അവളുടെ ഹസ്ബൻഡിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി അവളുടേതായിട്ടുള്ള സ്കില്ലായിട്ടുള്ള അവൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൺ ആയി മാറുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പോസ്റ്റ് കൊളോണിയലിസത്തിൻ്റെ ഒരു എഫക്റ്റായിട്ട് നമുക്കത് പറയാൻ പറ്റുന്നതാണ്. പിന്നെ ദ ക്യൂരിയസ് ഇൻസിഡൻറ്റ് ഓഫ് ദി ഡോഗ് ഇൻ ദി നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ എന്താണ് ഡിസബിലിറ്റി സ്റ്റഡീസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ക്രിസ്റ്റഫറിൻ്റെ മൈൻഡ് വേൾഡ് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു നോവലിൽ തിയറി അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് തിയറിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏതാണ് നമുക്ക് ഏത് തിയറിസ്റ്റാണ് കൂടുതലായിട്ട്. ഇപ്പോൾ ഒരു ജെൻഡർ സ്റ്റഡീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫെമിനിസം എടുക്കുകയാണെങ്കിൽ സൈമൺ ഡി ബൊവേർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ ഒരു കോട്ട് ഉണ്ട്, വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൺ എന്ന് പറയുന്ന കോട്ട്. അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള കുറേ കോട്ട്സ് ഓരോ തിയറീസിനും ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ അറിയണം, അത് നമ്മൾ പ്രൊജക്റ്റിൽ മെൻഷൻ ചെയ്യാൻ വേണം. ഫെമിനിസത്തിൽ ആ ഒരു കോട്ട് നമുക്ക് എടുക്കാം. പോസ്റ്റ് കൊളോണിയലിസം ആണെങ്കിൽ എഡ്വേർഡ് സെഡ് പറഞ്ഞിട്ടുള്ള ഓറിയന്റലിസം ഈസ് എ വേ ഓഫ് സീയിങ് എന്നുള്ളത് എടുക്കാം. സൈക്കോ അനാലിസിസ് ആണെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള ഡ്രീംസ് ആർ ദി റോയൽ റോഡ് ടു ദി അൺകോൺഷ്യസ് എന്നുള്ളതും എടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മളൊരു പ്രൊജക്റ്റിൽ സ്ട്രക്ചർ നോക്കാം. തിയറി ഡെഫിനിഷൻ ചെറുതായിട്ട് കൊടുക്കണം. പിന്നെ തിയറിസ്റ്റ്, ഏത് തിയറിസ്റ്റ് ആണോ അയാൾ പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കോട്ട് ഏതാണെന്നുള്ളത് കൊടുക്കണം. നോവൽ ഏതാണ് എന്നുള്ളത് നമ്മൾ കൊടുക്കണം. നോവലിന് ഏത് ടൈപ്പ് ഓഫ് നോവലാണ്, ഇതിലേത് ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് പറയുന്നത്, എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് പറയണം. പിന്നെ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ്, അതായത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് ചാപ്റ്ററിലെ തിയറി, തേർഡ് ചാപ്റ്ററിൽ തിയറിയും ഈ നോവലും തമ്മിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ഈ ഓരോ സിറ്റുവേഷൻസ് മെൻഷൻ ചെയ്യുന്നു. കൺക്ലൂഷൻ നമ്മൾ ഫൈൻഡിങ്സും കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് അസൈൻ ചെയ്യേണ്ടത്. എന്നാൽ കുറച്ചുകൂടി എക്സാമിനർക്ക് ഒന്നുകൂടി ഇംപ്രസീവ് ആയിരിക്കും നമ്മുടെ പ്രൊജക്റ്റ്.
അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഏത് തിയറിയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ തിയറീസ് എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്, നോവലുമായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി. പിന്നെ ഫേമസ് ആയിട്ടുള്ള തിയറിസ്റ്റ് കോട്ട് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. അതുപോലെ എങ്ങനെയാണ് പ്രൊജക്റ്റിന് ഒരു സ്ട്രക്ചർ വേണ്ടത് എന്നുള്ളതും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വയറീസോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ വൈവ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും പോയി കാണാം. എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.